ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പ്രകാരം കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് ഒരുക്കിയ സാവകാശത്തിനായി സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസൻ കച്ചിമ്പാസ് കുടുംബം, ബഹുമാന്യരായിട്ടുള്ള എല്ലാ ദൈവദാസന്മാർ, കുടുംബങ്ങൾ, ഒരിക്കൽ കൂടെ ഇവരെല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെ വന്ദനം ചെയ്യുന്നു. എന്നേക്കാൾ വളരെ പാണ്ഡിത്യവും പ്രഗത്ഭരുമാണ് നിങ്ങളെന്ന് എനിക്കറിയാം. എന്നാൽ ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് റോമാലേഖനം 11 അധ്യായം അതിൻ്റെ തുടർഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുന്നു. ഒരിക്കൽ കൂടെ ഈ റോമാ ലേഖന പഠന പരമ്പരയിലേക്ക് നിങ്ങളെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച് നിർത്തിയത് നമ്മൾ റോമാലേഖനം 11 അധ്യായം 1 മുതൽ 25 വരെയുള്ള ഭാഗങ്ങളാണ്. 15 വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ചിന്തിച്ച് നിർത്തിയത്. എന്നാൽ ഇന്ന് നമ്മൾ 4 ഭാഗങ്ങളായിട്ടാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. റെമനന്റ് ഓഫ് ഇസ്രായേൽ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, സാൽവേഷൻ ഫോർ ജെന്റൈൽസ് 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ, എൻഗ്രാഫ്റ്റഡ് ബ്രാഞ്ചസ് 16 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ, സാൽവേഷൻ ഫോർ ഇസ്രായേൽ 26 അതിൻ്റെ ഒരു കൺക്ലൂഷൻ പൗലോസ് പറയുന്നതായിട്ട്. ഇവിടെ നമ്മൾ 15 വരെയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച് നിർത്തിയത്. എന്നാൽ ഈ ആഴ്ച നമ്മൾ ചിന്തിക്കുന്നത് 16 മുതൽ 36 വരെയുള്ള വാക്യങ്ങളാണ്. ഇത് 2 ഭാഗങ്ങളായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. ഇതിൻ്റെ 14ാം പാർട്ടായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് അതിൻ്റെ എൻഗ്രാഫ്റ്റഡ് ബ്രാഞ്ചസ്, ഒട്ടിച്ചു ചേർത്ത കൊമ്പുകൾ എന്നുള്ള ഒരു ഭാഗമാണ്. ഇവിടെ നമുക്ക് ആ ഭാഗം ഈ ഒട്ടിച്ചു ചേർത്ത കൊമ്പുകൾ എന്നുള്ള ഒരു ഭാഗം നമുക്ക് ഒരു പക്ഷേ ഒത്തിരി നിങ്ങൾ പല ബൈബിൾ സ്റ്റഡി ഒക്കെ ഇതിലൂടെ കേട്ട് കാണും. ഈ ഭാഗങ്ങളൊക്കെ ധ്യാനിച്ചിട്ടുള്ളതാണ്, ഒരുപാട് പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുള്ളതാണ്. എന്നാലും ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പിന്നെയും നമ്മളെ റോമാലേഖനത്തിൽ കൂടെ കൊണ്ടുപോകുമ്പോൾ ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു, ദൈവത്തിൻ്റെ കരുണ എന്താണ്, അതൊന്നുകൂടെ ഓർക്കുവാനും നമ്മെ തന്നെ ഒന്നുകൂടെ പുതുക്കുവാനുമുള്ള ഒരു അവസരമായിട്ട് ഇത് ഉപയോഗിക്കണമെന്ന് ദൈവനാമത്തിൽ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു. അതിൻ്റെ 16ാമത്തെ വാക്യം തുടങ്ങുന്ന ഇങ്ങനെയാണ്. പൗലോസ് ഒരു മർമ്മം വെളിപ്പെടുത്തുകയാണ്. പഴയ നിയമത്തിലെ ചില ഉദ്ധരണികൾ കോട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ചില നിഴലുകൾ ഇവിടെ പൗലോസ് പൊരുളായിട്ട് അവതരിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൗലോസ് പുതുതായിട്ടൊന്നും സ്ഥാപിക്കുന്നില്ല. എല്ലാം പഴയ നിയമത്തിൽ നിന്ന് ഉള്ള ഉദ്ധരണികൾ, വാക്യങ്ങൾ, തിരുവെഴുത്തുകൾ. അത് റോമിലെ സഭയ്ക്ക്, യഹൂദനോടും ജാതികളോടും ഒക്കെ വാക്യങ്ങൾ ആധാരമാക്കി അവർക്ക് വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പൗലോസിന് ഇതുവരെ കിട്ടാത്ത വെളിപ്പാടുകൾ ഈ വചനങ്ങളിൽ കൂടെ പൗലോസ് അത് വായിക്കുമ്പോൾ കർത്താവ് പൗലോസിന് റിവീൽ ചെയ്തു കൊടുത്ത കാര്യങ്ങൾ ഇവിടെ ഉദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ഡം മുഴുവനും അങ്ങനെ തന്നെ, വേറെ വിശുദ്ധമെങ്കിലും കൊമ്പുകളും അങ്ങനെ തന്നെ. ഇവിടെ പൗലോസ് ജാതികളോടാണ് പറയുന്നത്. ഇനിയുള്ള കാര്യങ്ങളൊക്കെ ജാതികളായ രക്ഷിക്കപ്പെട്ട ജാതികളായ ആൾക്കാരോടാണ് ഒരു കാര്യം പറയുന്നത്. കാരണം ജാതികൾ, നിങ്ങൾ ഇത്രയും അഹങ്കരിക്കുവാനായിട്ട് പാടില്ല, നിങ്ങൾ ഇത്രയും ഞെളിയേണ്ട കാര്യമില്ല. നിങ്ങൾ എങ്ങനെയാണ്, എങ്കിൽ ഇസ്രായേൽ മക്കളെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്, യഹൂദനെ നിങ്ങൾ എങ്ങനെയാണ് വീക്ഷിക്കുന്നത്, യഹൂദനോടുള്ള നിങ്ങളുടെ മനോഭാവം എന്താണ്, ഇത് ഈ ആറ്റിറ്റ്യൂഡ്, യഹൂദനോടുള്ള ആറ്റിറ്റ്യൂഡ് മാറാൻ വേണ്ടി തന്നെയാണ്, അല്ലെങ്കിൽ യഹൂദനൊരു ശേഷിപ്പുണ്ട്, അല്ലെങ്കിൽ ഇസ്രായേലിനൊരു ശേഷിപ്പുണ്ട് എന്ന് പൗലോസ് തെളിയിക്കാൻ വേണ്ടി ഈ ഭാഗങ്ങൾ ഇവിടെ ഉദ്ധരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. 16ാമത്തെ വാക്യം നമ്മൾ ഒന്ന് നിർത്തി ചിന്തിച്ചു പോകാനായിട്ട് താല്പര്യപ്പെടുന്നു. ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ഡം മുഴുവനും അങ്ങനെ തന്നെ. അപ്പം നമ്മൾ പഴയ നിയമത്തിൽ ഈ ആദ്യ വിളവ് അല്ലെങ്കിൽ ആദ്യ ഫലങ്ങൾ അതിൻ്റെ ആദ്യ ഫലം ദൈവത്തിന് കൊടുക്കണം. അത് പറഞ്ഞ് യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കും. അപ്പം എല്ലാത്തിൻ്റെയും ആദ്യ ഭാഗം
ദൈവത്തിന് കൊടുക്കണമെന്നുള്ളൊരു പ്രമാണത്തെയാണ് പൗലോസ് ഇവിടെ ഉദ്ധരിക്കുന്നത്. നമുക്ക് സംഖ്യാപുസ്തകം അത് 15:18 പറയുന്നുണ്ട്. ആ ഭാഗം ഇവിടെ ഒരു റെഫറൻസ് ഒന്ന് ഇപ്പോൾ വായിക്കുന്നതായിരിക്കും. ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന ദേശത്ത് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം ദേശത്തിലെ ആഹാരം ഭക്ഷിക്കുമ്പോൾ ആ ദേശത്തിലെ ആഹാരം ഭക്ഷിക്കുമ്പോൾ നിങ്ങൾ യഹോവയ്ക്ക് ഉദർച്ചാർപ്പണം കഴിക്കണം. യഹോവയ്ക്കൊരു ഉദർച്ചാർപ്പണം എന്ന് പറഞ്ഞാൽ ഹീപ്പ് ഓഫറിങ്, ലിഫ്റ്റ് ഇറ്റ് അപ്പ്, അല്ലെങ്കിൽ ദൈവം അത് ഉയർത്തി പ്രത്യേകമായ ഒരു വഴിപാടായിട്ട് നിങ്ങൾ അർപ്പിക്കണം. ആദ്യത്തെ തരിമാവ് കൊണ്ടുള്ള ഒരു വട ഉദർച്ചാർപ്പണമായി കഴിക്കണം. അപ്പോൾ ഒരു റൊട്ടിയുടെ അല്ലെങ്കിൽ ഒരു കേക്ക് അതിൻ്റെ ഭാഗമായിട്ട് അത് ദൈവത്തിന് ആദ്യത്തെ ഭാഗം ദൈവത്തിന് കൊടുക്കണമെന്നുള്ളതാണ്. അതുപോലെ പലപ്പോഴും നമ്മൾ ആ പ്രമാണമൊക്കെ പലപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യണം. നമ്മൾ ജോലി കിട്ടുമ്പോൾ അത് ലഭിക്കുന്ന പിന്നെ സാലറിയുടെ ഒരു ഭാഗം നമ്മൾ കർത്താവിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കുന്നു. അതൊരു പഴയ നിയമത്തിലെ ഒരു നിഴലാണ്. അത് എല്ലാ കാര്യത്തിലും എല്ലാത്തിൽ മേലും ദൈവത്തിനൊരു പ്രിഫറൻസ് നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുക എന്നുള്ള ഒരു തത്വം കൂടെ ഇവിടെ ഉണ്ട്, പ്രിയമുള്ളവരെ. ഇപ്പം ഇവിടെ പൗലോസ് പറയാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്തെ ആസ്പദമാക്കിയിട്ടാണ് അവിടെ പറയുന്നത്. വായിച്ചാട്ടെ. നിരുക്കളത്തിന്റെ ഉദർച്ചാർപ്പണം പോലെ തന്നെ അത് ഉദർച്ച ചെയ്യണം. ഇങ്ങനെ നിങ്ങൾ തലമുറയായി ആദ്യത്തെ തരിമാവ് കൊണ്ട് യഹോവയ്ക്ക് ഉദർച്ചാർപ്പണം കഴിക്കണം. അപ്പൊ അത് ദൈവത്തിന് കൊടുക്കണം. ആദ്യ ഭാഗം എപ്പോഴും ദൈവത്തിന് കൊടുക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ പറയുന്ന ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ, അപ്പം ആദ്യത്തെ നമ്മുടെ ലഭിക്കുന്നതായിട്ടുള്ള വിളവിൻ്റെ ആ ഭാഗം ദൈവത്തിന് കൊടുക്കുമ്പോൾ ദൈവം അതിനെ വിശുദ്ധീകരിക്കുകയും തുടർന്നുള്ള ഭാഗങ്ങൾ അത് വിശുദ്ധീകരിക്കപ്പെടുന്നതായിട്ടാണ് അവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ദാനങ്ങളെ, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളുടെ ഒരു നിയമം അതാണ്, ആദ്യത്തെ വിളവ് അവർ കൊടുക്കുമ്പോൾ നിങ്ങളുടെ പിന്നീടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ആ വിളവുകൾ ദൈവം അത് ശുദ്ധീകരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നു ആദ്യം വിശുദ്ധമെങ്കിൽ അതിൻ്റെ പിണ്ഡം മുഴുവൻ വിശുദ്ധമായിരിക്കും എന്ന് ഇവിടെ പറയുന്നു. ഞാനൊരു ഭാഗം കൂടെ അതിനെ ആധാരമാക്കി ഒരു മർമ്മം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. യോഹന്നാൻ 17:19 നമുക്കൊന്ന് വായിക്കാം. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന്. അപ്പൊ ശിഷ്യന്മാരോട്, അപ്പൊ കർത്താവ് മഹാപുരോഹിത പ്രാർത്ഥനയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത്. അപ്പോൾ അവർ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയിൽ ശിഷ്യന്മാരെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി കർത്താവ് പറയാണ്, ഞാൻ എന്നെ തന്നെ ആദ്യമായി വിശുദ്ധീകരിക്കുന്നു. ആ ഒരു നിഴല്, ഇതിൻ്റെ എല്ലാം പുതിയ നിയമത്തിൻ്റെ പൊരുളുകളുടെ ഒരു നിഴലായിട്ടാണ് ദൈവം ഈ നിയമങ്ങൾ അവർക്ക് കൊടുത്തത്. സ്തോത്രം. അപ്പോൾ യേശു ക്രിസ്തു നമ്മളെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി, അവൻ തന്നെത്താൻ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ദൈവത്തിന് ഒരു യാഗമായി തീരാൻ പോകുന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോൾ ആദ്യമായി മറ്റുള്ളവരെ, ശിഷ്യന്മാരെ, അല്ലെങ്കിൽ കർത്താവിൻ്റെ അല്ലെങ്കിൽ കൊമ്പുകളായിട്ട് നിൽക്കുന്ന ശിഷ്യന്മാരെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി യേശു ക്രിസ്തു തന്നെത്താൻ ദൈവത്തിന് യാഗമായി അർപ്പിച്ച് തന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ റോമാലേഖനം 12-ാം അധ്യായം നമ്മൾ ഇനി അടുത്ത ആഴ്ച പഠിക്കുമ്പോൾ അതിന് പറയുന്നുണ്ട്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി ഡെഡിക്കേറ്റ് ചെയ്യുവിൻ എന്ന് നമ്മൾ ആ ഭാഗത്തിൽ പറയുന്നുണ്ട്. റോമാലേഖനം 12-ന്റെ 1-2 ഭാഗങ്ങൾ. അപ്പോൾ കർത്താവ് തന്നെ യാഗമായി അർപ്പിച്ച് വിശുദ്ധീകരിക്കപ്പെട്ടതുകൊണ്ട് ശിഷ്യന്മാരെല്ലാം വിശുദ്ധീകരിക്കപ്പെട്ടവരായിരിക്കുന്നു. ആദ്യത്തെ വിളവിൻ്റെ ഒരു ഭാഗം, അല്ലെങ്കിൽ ആ റൊട്ടിയുടെ ഒരു ഭാഗം ദൈവത്തിന് കൊടുക്കുമ്പോൾ അത് ദൈവം വിശുദ്ധീകരിക്കുന്നതിലൂടെ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും വിശുദ്ധീകരിക്കപ്പെടും എന്ന് പൗലോസ് ഇവിടെ പറയുന്നു. അതിൻ്റെ കാരണം അതിൻ്റെ തൊട്ട് താഴെ അടുത്ത വാക്യം പറയുന്നു, പിണ്ഡം മുഴുവൻ അങ്ങനെ തന്നെ, ഈ വേര് വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ. അപ്പോൾ ജാതികൾ പറയാണ് വേര് വിശുദ്ധമാണ്. അപ്പോൾ പൗലോസ് ഇസ്രായേലിൻ്റെ തായ്വേരുകളെ തേടിപ്പോവുകയാണ്. ഇസ്രായേൽ മക്കളുടെ വേരുകൾ ആരാണ്? നമുക്കറിയാം വേരുകൾ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്.
ഇതാണ് ഇസ്രായേൽ മക്കളുടെ പൂർവ്വപിതാക്കന്മാരാണ് അവരുടെ വേരുകളായി കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ചു, അബ്രഹാം വിശ്വസിച്ചു, അബ്രഹാം നീതീകരിക്കപ്പെട്ടു. ആ വിശുദ്ധീകരണത്തിൽ കൂടെ ഇസാക്കിനെ വിളിച്ചു, ഇസാക്കിനെ വിശുദ്ധീകരിച്ചു, യാക്കോബിനെ വിളിച്ചു, യാക്കോബിനെ വിശുദ്ധീകരിച്ചു. അപ്പോൾ വേരുകളെല്ലാം വിശുദ്ധമായിരിക്കുന്നു എങ്കിൽ ആ കൊമ്പുകളെയും ഓട്ടോമാറ്റിക്കായിട്ട് അവർ വിശുദ്ധീകരിക്കപ്പെട്ട ജനമായിട്ടാണ് ദൈവം അവരെ കണ്ടത്. ഇനി അത് തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ ഒരു ആശയം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ദൈവം സ്തോത്രം ഹല്ലേലൂയ, അവരെ ഒരു സ്വന്തം ജനമായി തനിക്ക് വേണ്ടി സെപ്പറേറ്റ് ചെയ്ത് വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ജനമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജാതികളെ, ഇസ്രായേൽ മക്കളെ അങ്ങനെയാണ്. എന്നാൽ എന്തുകൊണ്ട് അവർക്ക് ആ രക്ഷ നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ താഴ്ത്ത് പറയുന്നത്. എന്നിട്ട് പറയുന്നു, കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവരുടെ ഇടയിൽ ഒട്ടിച്ചേർത്ത് ഒലിവുമരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നുവെങ്കിലോ. അപ്പോൾ ഇവിടെ ഇസ്രായേൽ മക്കളെ ഒരു ഒലിവ് വൃക്ഷമായിട്ടാണ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ പലപ്പോഴും ആ ഒരു ഒലിവ് വൃക്ഷത്തിന്റെ സാദൃശ്യം, അവിടെ മെറ്റഫോർ ഒലിവ് വൃക്ഷമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഹോശിയ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 14-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇസ്രായേൽ മക്കളെ പറ്റി പ്രവാചകൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന് വായിച്ചാണ്. അവന്റെ കൊമ്പുകൾ പടരും, അവന്റെ ഭംഗി ഒലിവ് വൃക്ഷത്തിന്റെ ഭംഗി പോലെയും. അവന്റെ കൊമ്പുകൾ പടരും, അവന്റെ ഭംഗി ഒലിവ് വൃക്ഷത്തിന്റെ ഭംഗി പോലെ ഇരിക്കും. അപ്പൊ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുന്ന അവരൊരു ഒലിവ് വൃക്ഷമാണ്. അപ്പോൾ ഒരു നല്ല ഒലിവാണ് ഇസ്രായേൽ, നല്ല ഒരു ഒലിവായിട്ടാണ് ഇസ്രായേലിനെ കണ്ടത് എന്ന് ആ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ അവിടെ പറയുന്നു, അവരാണ് യഥാർത്ഥമായ ഒരു ഉപമ, ഒരു എക്സാമ്പിൾ ഇവിടെ പറയുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പൗലോസ് ഈ രീതിയിൽ കൂടെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ പറയുന്നു, നിങ്ങൾ സ്വാഭാവികമായിട്ട് അവരാണ് ഒരു വൃക്ഷം. എന്ന് പറയുന്നു, കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് എന്നുള്ള ഒരു പദമാണ്, ഒടിച്ചിട്ട്. കാട്ടൊലുവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവുമരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നുവെങ്കിലും. അപ്പോൾ അബ്രഹാം, ഇസാക്ക്, യാക്കോബ് തുടങ്ങിയ ഇസ്രായേലിന്റെ വേരുകൾക്ക് ഫലപ്രദമായി തീരേണ്ട കൊമ്പുകളായ ഇസ്രായേൽ മക്കളെ ഒടിച്ചു മാറ്റിയിട്ട് കാട്ടൊലിവായ പുറംജാതിക്കാരായ എന്നെയും നിങ്ങളെയും അതിനോട് ഒട്ടിച്ചു ചേർത്ത് ഗ്രാഫ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ബഡ് ചെയ്ത് പിടിപ്പിച്ചു വച്ചിരിക്കുകയാണ് എന്ന് ജാതികളോട് പൗലോസ് പറയാണ്. എന്തിനാണ്? നീ ഫലപ്രദമായി തീരുവാനായിട്ട്. അതിൻ്റെ അർത്ഥം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നീ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. നീ നിന്നെ തന്നെ ബൂസ്റ്റ് ചെയ്യാൻ പാടില്ല. ജാതികളോട് പറയുകയാണ്, നിനക്ക് കൃപാവരങ്ങളൊക്കെ ലഭിച്ചു, ആത്മീയ അനുഗ്രഹങ്ങളൊക്കെ ലഭിച്ചു, അതുകൊണ്ട് നീ ഒത്തിരി ഞെളിയൊന്നും വേണ്ട, ഒത്തിരി പുകഴാനൊന്നുമില്ല. കാരണം നിന്നെ ഒട്ടിച്ചു ചേർത്ത് വെച്ചിരിക്കുകയാണ്. കാരണം നിന്നെ അവിടെ അടുത്ത് പറയുന്നു, നീ പ്രശംസിക്കുന്നുവെങ്കിൽ ഒരു കാര്യം നീ ഓർക്കണം, നീ വേരിനെ അല്ല ചുമക്കുന്നത്, വേർ നിന്നെ അത്രേ ചുമക്കുന്നത്. അപ്പൊ നമ്മളെ അബ്രഹാമിന്റെ ചരിത്രം പഠിച്ചപ്പോൾ, റോമാലേഖനം 4-ാം അധ്യായമൊക്കെ പഠിച്ചപ്പോൾ, നമ്മുടെ വിശ്വാസികളുടെ പൂർവ്വപിതാവ് അബ്രഹാമാണ്. നമുക്ക് വാക്തത്വം മൂലമാണ് ഈ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീരുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ക്രിസ്തുയേശുവിനുള്ളവരെങ്കിലോ അവർ അബ്രഹാമിന്റെ സന്തതിയും വാക്തത്വപ്രകാരം അവകാശികളുമാണ്. ഗലാത്യലേഖനം 3-ാം അധ്യായത്തിലെ കോട്ടിങ്ങാണ്. അപ്പോൾ നമ്മൾ ഫലപ്രദമായി തീരുന്നു. അബ്രഹാമിൽ കൂടെ ജനിച്ച വാക്തത്വ സന്തതി ക്രിസ്തുയേശുവാണ് എന്ന് റോമാലേഖനം 3-ാം അധ്യായം 29 17 തോന്നുന്നു. ആ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വായിക്കാം. റോമാലേഖനം 3-ാം അധ്യായം അതിൻ്റെ നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ, ഗലാത്യലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാക്തത്വങ്ങൾ ലഭിച്ചു, സന്തതികൾക്കെന്ന അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കുമെന്ന ഏകനെ കുറിച്ച് അത്രേ പറ, അത് ക്രിസ്തുവാണ്. ഇപ്പൊ ക്രിസ്തുയേശുവിൽ കൂടെയുള്ള അനുഗ്രഹങ്ങൾ ഫലപ്രദമായിട്ട് നമുക്ക്
ആമേൻ, ജാതികളായ നിങ്ങൾക്ക് ലഭിച്ചത് അബ്രഹാം എന്ന് പറയുന്ന ആ വേര് അവിടെ നിൽക്കുന്നത് കൊണ്ടാണ്. അതിൽ കൂടെയാണ് ആ ബ്ലെസ്സിങ് നമ്മുടെ മേൽ കടന്നു വന്നത്. അത് ക്രിസ്തുവിൽ കൂടെയാണ്, ആ തലമുറയുടെ കൂടെയാണ്, ആ വാക്തത്വ സന്തതിയിൽ കൂടെയാണ് നമുക്ക് ലഭിച്ചതെന്നുള്ള ഒരു കാര്യം കൂടെ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്നു, എന്നാൽ അപ്പം നമ്മളൊരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പം ചോദിക്കുക, ഓക്കെ, അത് ശരിയാണ്, എന്നെ ഒട്ടിക്കേണ്ടതിന് വേണ്ടിയല്ലേ അവരെ ഒടിച്ചു കളഞ്ഞത് എന്ന് പറയാണ്. എന്നെ ഈ 19 വാക്യം, എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. അപ്പോൾ പൗലോസ് ഉത്തരവായിട്ട് പറയും, ശരി, ഓക്കെ, സമ്മതിച്ചു, ഓക്കെ, ക്വൈറ്റ് റൈറ്റ്. അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി. അപ്പൊ എന്തുകൊണ്ട് കൊമ്പുകൾ ഒടിഞ്ഞു പോയെന്ന് ചോദിച്ചാൽ, അവർ മശിഹായെ തള്ളിക്കളഞ്ഞത് കൊണ്ടാണ് അവർ ഒടിഞ്ഞു പോയത്. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിനെ അവരുടെ കർത്താവ് നാഥനുമായിട്ട് അംഗീകരിക്കാതെ പോയതാണ് അവർ ഒടിഞ്ഞു പോകുവാനുള്ള കാരണം. അപ്പോൾ അവരുടെ അവിശ്വാസത്താൽ ആ കൊമ്പുകൾ ഒടിഞ്ഞുപോയി. യഥാർത്ഥമായിട്ട് സർവ ബ്ലെസ്സിങ്ങും ലഭിക്കേണ്ടത് അബ്രഹാം, ഇസാക്ക്, യാക്കോബിൽ കൂടെ, ക്രിസ്തുയേശുവിൽ കൂടെ മുഴുവൻ വാക്തത്വങ്ങളും നിയമങ്ങളും അവരുടെ മേൽ ഉണ്ടായിരുന്നു. പക്ഷേ അവർ അവിശ്വാസം മുഖാന്തരം അവർക്ക് ആ രക്ഷ നഷ്ടപ്പെടുവാൻ ഇടയായി തീർന്നു എന്ന് പൗലോസ് ഇവിടെ ഈ ഭാഗങ്ങളൊക്കെ ഉദ്ധരിച്ച് പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ആ ഒരു അവിശ്വാസം കൊണ്ടാണ് ഒടിഞ്ഞു പോയെ. നീ അവിടെ പറയുന്നു, വിശ്വാസത്താൽ നീ നിൽക്കുന്നു, ഞെളിയാതെ ഭയപ്പെടുക. പ്രിയമുള്ളവരെ, നമ്മോടുള്ള ഒരു ദൂതും കൂടെയാണ് ഈ ഭാഗം. നമ്മൾ പഠിക്കുമ്പോൾ നമ്മോടുള്ള ഒരു ദൂതാണ്. നാം വിശ്വാസത്തിൽ നിൽക്കുന്നുവെങ്കിൽ നമ്മൾ ഞെളിയാതെ, അഹങ്കരിക്കാതെ ദൈവത്തെ ഭയപ്പെടുന്നവരായി തീരണമെന്ന് ഈ ഭാഗം ഓർപ്പിക്കും. നമുക്ക് 1 കൊരിന്ത്യർ സ്തോത്രത്തിന്റെ 10:12 പൗലോസ് കൊരിന്ത്യ സഭയോട് ഒരു ബുദ്ധിപദേശം പറയുന്നുണ്ട്. നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 10:12. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ, സൂക്ഷിച്ചുകൊള്ളട്ടെ. നമ്മൾ പലപ്പോഴും തോന്നുന്നു നമ്മൾ നിൽക്കുവാണ്. നമ്മൾ നിൽക്കുവല്ല. നമ്മൾ കർത്താവിന്റെ കൃപയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടേതായ യാതൊന്നും കൊണ്ട് നമ്മൾ നിൽക്കുകയല്ല. നമ്മുടെ മേൽ പകർന്ന അനുഗ്രഹങ്ങൾ, ആത്മീയമായ അനുഗ്രഹങ്ങൾ, അത് ഏതുതരം കൃപാവരങ്ങളായിക്കോട്ടെ. സ്തോത്രം. എൻ്റെ മേൽ ഈ ടീച്ചിങ്ങിൻ്റെ ഒരു കൃപാവരം ദൈവം തന്നു. എനിക്കിതിനകത്തൊന്നും ഞെളിയാനോ ഒന്നുമില്ല. നിങ്ങളുടെ മേൽ തകർന്ന് നിങ്ങളുടെ വർഷിപ്പ്, അല്ലെങ്കിൽ പ്രസംഗിക്കുവാനുള്ള, അല്ലെങ്കിൽ പഠിപ്പിക്കുവാനുള്ള, അല്ലെങ്കിൽ രോഗികളെ സൗഖ്യമാക്കാനുള്ള എല്ലാ കൃപാവരങ്ങളും നമ്മുടെ മേൽ ദൈവം, ആത്മീയ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ദൈവം തന്നതുകൊണ്ട് നമുക്ക്, പ്രിയമുള്ളവരെ, ഇതിനകത്ത് ഞെളിയാനോ ഒന്നും നമുക്ക് അവകാശപ്പെടാനില്ല. നമ്മുടേതായ യാതൊരു മിടുക്കോ കഴിവോ ഇതിനകത്തില്ല. ഇത് ദൈവം നമ്മുടെ മേൽ സൗജന്യമായി തന്നതാണ് എന്ന് ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നാം എങ്ങനെയാണ് നിലനിൽക്കേണ്ടത്? അവിടെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ പൗലോസ് പറയുന്നുണ്ട്, ആകയാൽ ഇവിടെ പറയുന്ന അവിശ്വാസാൽ ഒടിഞ്ഞുപോയി, വിശ്വാസാൽ നീ നിൽക്കുന്നുവെങ്കിൽ ഞെളിയാതെ ഭയപ്പെടുക. അതിന് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ ഇവിടെ ചിന്തിക്കേണ്ടത്, ഇതിനകത്ത് നമ്മളെയും ആദരിക്കാതെ പോയേക്കും. സ്തോത്രം. ദൈവം അവനെ ആദരിച്ചില്ല എങ്കിൽ നമ്മളെയും ആദരിക്കാതെ പോയേക്കും. കാരണം നീ ഞെളിയരുത്, നീ അഹങ്കരിക്കാനായിട്ട് പാടില്ല. സ്തോത്രം. ഇസ്രായേലിനെ തള്ളിക്കളഞ്ഞു, യഹൂദനെ തള്ളിക്കളഞ്ഞു, എനിക്ക് ഈ രക്ഷ ലഭിച്ചു, അതുകൊണ്ട് നമുക്ക് അഹങ്കരിക്കുവാനായിട്ടൊന്നുമില്ല എന്നാണ് പൗലോസ് പറയുന്നത്. നീ ഒരിക്കലും ഞെളിഞ്ഞു പോകരുത് എന്ന് ഇവിടെ നമുക്ക് ബുദ്ധിപദേശം തരികയാണ്. ആകയാൽ അതിന് 22, ആകയാൽ ദൈവത്തിന്റെ ദയയും കണ്ണിതവും കാണുക, ദൈവത്തിന്റെ മേഴ്സിയെ കാണുക, ദൈവത്തിന്റെ തീവ്രത, കണ്ണിതം, സിവിയറിറ്റി, ദൈവത്തിന്റെ ഇന്റൻസിറ്റി, അതിന്റെ കണ്ണിതം, ഇത് നമ്മൾ കാണണം. വീണവരിൽ ദൈവത്തിന്റെ കണ്ണിതവും, വീണുപോയ ഇസ്രായേൽ മക്കൾ, അവിശ്വാസത്താൽ ഒടിഞ്ഞുപോയ ഇസ്രായേൽ മക്കളോട് ദൈവം അവരെ കഠിനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അവരെ തീവ്രമായി അവരുടെ മേലൊരു തീവ്രത ഉണ്ട് എങ്കിൽ, നീ ദയയിൽ നിലനിന്നാൽ ദയയും തന്നെ. നാം നിൽക്കേണ്ടത് ഈ കർത്താവിൻ്റെ ദയയിലാണ്. നമ്മൾ പഠിച്ച അറിവോ, നമ്മൾ അഭ്യസിപ്പിച്ച ഒരു ജ്ഞാനം കൊണ്ടുമല്ല നമ്മൾ നിൽക്കേണ്ടത്. നമ്മൾ നിൽക്കേണ്ടത് കർത്താവിൻ്റെ മേഴ്സിയിലാണ്. സ്തോത്രം. അപ്പോൾ പൗലോസ് അത് പറയുകയാണ്,
നമ്മൾ എങ്ങനെയാണ് നിൽക്കേണ്ടതെന്നുള്ള ഒരു കാര്യം കൂടെ ഇവിടെ പറയുകയാണ്. എനിക്ക് ഈ ഭാഗം വായിച്ചപ്പോൾ യൂദായുടെ ലേഖനം അതിൻ്റെ 1 അത് വായിക്കുന്നതിന് മുമ്പായിട്ട് യോഹന്നാന്റെ സുവിശേഷം 15-ന്റെ 2-ഉം 15-ന്റെ 6-ഉം ഒന്നും വായിച്ചാട്ടെ. 15-ന്റെ 2-ഉം 15-ന്റെ 6-ഉം യോഹന്നാൻ 15-ന്റെ. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയും. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെ നീക്കിക്കളയും എന്ന് പറഞ്ഞാൽ, എന്നെ പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല എങ്കിൽ, സ്തോത്രം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമ്മൾ കർത്താവിന്റെ മേഴ്സിയിൽ നിലനിന്നില്ല എങ്കിൽ നമ്മളെ നീക്കിക്കളയുവാൻ ഇടയായിത്തീരും. അതിന്റെ 6-ാമത്തെ വാക്യം, എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട്, എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ഇത് ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ച ഒരു കാര്യം ഇതാണ്. അവർ കർത്താവിൽ വസിക്കുവാനായിട്ട് ആഗ്രഹിച്ചില്ല, അവരെ പുറത്തു കളഞ്ഞു. അവരൊരു കൊമ്പ് പോലെ ഉണങ്ങിപ്പോവും. അങ്ങനെ സാധ്യതയുണ്ട്. ഒരുപക്ഷെ നാമും കർത്താവിൽ വസിച്ചില്ല എങ്കിൽ, അബൈഡ് ഇൻ ഹിം, അവനിൽ വസിച്ചില്ല എങ്കിൽ നമുക്കും ഈ ഒരു അവസ്ഥ വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് പ്രത്യാശയുണ്ട്, ദൈവവചനമുണ്ട്, നമ്മുടെ ഇതെല്ലാം ശരിയാണ്. പക്ഷെ ആ പ്രത്യാശയിലും വിശ്വാസത്തിലും ദൈവമക്കളായ ഞാനും നിങ്ങളും ഒക്കെയും ആമേൻ കണ്ടിന്യൂസ്ലി നമ്മൾ ആ വിശ്വാസം കാത്തു സൂക്ഷിച്ചില്ല എങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മളെയും ദൈവം ആദരിക്കാതെ പോയേക്കും എന്നുള്ള ഒരു കാര്യം ഇവിടെ പൗലോസ് ഓർമ്മിപ്പിക്കുകയാണ്. സ്തോത്രം. നമ്മളെ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് നമ്മൾ പിന്നെ എല്ലാം തികഞ്ഞു എന്ന് പറഞ്ഞ് നടക്കുന്നവരായിട്ടല്ല, ഓരോ ദിവസവും കർത്താവിൻ്റെ നീതിയിലും വിശുദ്ധീകരണത്തിലും ആശ്രയിച്ച്, ആമേൻ, നമ്മുടെ സ്വയനീതിയല്ല, കർത്താവിൻ്റെ നീതിയിലും അവൻ്റെ വിശുദ്ധീകരണത്തിലും ആശ്രയിച്ച് ആ ഡേ ടു ഡേ ലൈഫില് വിശ്വാസത്തിൽ നമ്മൾ ശക്തിപ്പെട്ട് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു കാര്യം കൂടെ പൗലോസ് ഇവിടെ ഓർപ്പിക്കുന്നു. ഇത് പൗലോസ് മാത്രമല്ല, അപ്പോസ്തലനായ യൂദായും ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്. യൂദായുടെ ലേഖനം 1-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ നാം എങ്ങനെ നിലനിൽക്കണം എന്നുള്ള കാര്യം കൂടെ അവിടെ വ്യക്തമായിട്ട് പറയുന്നു. നമുക്ക് അതുകൂടെ ഒന്ന് വായിക്കാം. നിങ്ങളോ പ്രിയമുള്ളവരെ, അപ്പൊ നമ്മുടെ ആധാരം എന്ന് പറയുന്നത് മോസ്റ്റ് ഹോളി ഫെയ്ത്ത്. ഈ ഫെയ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസമാണ്. ഈ ലോകത്തിലെ താൽക്കാലികമായ കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള ഫെയ്ത്ത് അത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതാണ്. ഇവിടെ വിശ്വസിച്ചു, ഇവിടെ നേടിയതെല്ലാം ഇവിടെ ഇട്ടേച്ചു പോകേണ്ട അവസ്ഥയാണ്. എന്നാൽ അതിലപ്പുറമായിട്ട് നമ്മുടെ അതിവിശുദ്ധ വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന നിത്യജീവനാണ്, എറ്റേണൽ ലൈഫാണ്. അതിനകത്താണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. അതുകൊണ്ടാണ് തീമോഥെയോസിന് പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നു, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അപ്പൊ അവിടെ എന്തിനാ ഈ ലേഖനങ്ങളെല്ലാം എഴുതുന്നത്? വിശുദ്ധന്മാർക്ക് വേണ്ടിയിട്ടാ. നമ്മളെ രക്ഷിക്കപ്പെടാത്തവർക്ക് വേണ്ടി എഴുതിയ ലേഖനങ്ങളല്ല ഇതൊന്നും. ഇത് രക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നമ്മെ പ്രത്യാശയിലേക്ക് നയിക്കുകയും വേണം. നമ്മൾ അതിനകത്ത് നിലനിൽക്കണം. അതിനകത്ത് നിലനിൽക്കുന്ന കർത്താവിൽ വിശ്വസിച്ച് മുന്നേറുന്ന ഒരു ഭക്തന് ഒരിക്കലും അവന്റെ പ്രത്യാശ നഷ്ടപ്പെടുകയില്ല. കാരണം നമ്മുടെ പ്രത്യാശയെക്കുറിച്ചോ നമ്മുടെ വരവ് അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുന്നതിനെ കുറിച്ചോ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കോണം, നമുക്ക് അതിനെപ്പറ്റി കോൺഫിഡൻസ് ഇല്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കോണം, നാം ക്രിസ്തുവിൽ വസിക്കുന്നില്ല എന്നുള്ളതാണ്. സ്തോത്രം. അപ്പൊ തന്നെ നമ്മൾ റിയലൈസ് ചെയ്തോണം, ഞാൻ ക്രിസ്തുവിലല്ല. കർത്താവിന്റെ 2ാമത്തെ വരവെങ്കിൽ മണവാട്ടി സഭയായ നാം എടുക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എടുക്കപ്പെടുമോ എന്നൊരു ഭയം നമ്മളെ അലട്ടുന്നുണ്ടെങ്കിൽ നാം ക്രിസ്തു നമ്മളിൽ വസിക്കുന്നില്ല. നമ്മൾ തിരിച്ചറിയണം, എവിടെയോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, നമ്മൾ മടങ്ങി വരേണ്ട സമയം കൂടെയാണ്. സ്തോത്രം. ഇവിടെ യൂദാ പറയുന്നു, ഞാൻ എങ്ങനെ നിലനിൽക്കണം? പ്രിയരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ, അതാണ് നമ്മുടെ ആധാരം. ഒരു വസ്തുവിന് ക്രയവിക്രയം ചെയ്യണമെങ്കിൽ, ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിൽ ആധാരം ഉണ്ടായിരിക്കണം. ആധാരമില്ലാതെ ഒരു വസ്തുവും ക്രയവിക്രയം ചെയ്യുവാനായിട്ട് ഒരു നിയമവും അനുശാസിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നു, നമ്മുടെ ആധാരം എന്ന് പറയുന്ന അതിവിശുദ്ധ വിശ്വാസം. ഇത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ടാണ് പൗലോസ് 1 കൊരിന്ത്യർ 15-ന്റെ 5-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന 57-ാം തോന്നി വായിക്കണ്ട, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരാണ്. എല്ലാവരും ഈ ലോകത്തിൽ പ്രത്യാശ വച്ചിട്ടുണ്ട്.
അതുകൊണ്ടാണ് അവർ അമ്പലങ്ങളിൽ പോകുന്നു, നേർച്ചകൾ നേരുന്നു, അവർ വ്രതമെടുക്കുന്നു, നല്ല ഭർത്താവിനെ കിട്ടാൻ, നല്ല കാർ മേടിക്കാൻ, വസ്തു മേടിക്കാൻ ഒക്കെ അവർ ഉപവസിക്കുന്നു. നമ്മൾ എന്തിനാണ് ഉപവസിക്കുന്നത് പ്രിയമുള്ളവരെ? സ്തോത്രം, ഹല്ലേലൂയ. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരിക്കലും ഉപവാസം എന്ന് പറയുന്നത് ഭൗതിക നന്മകൾ നേടുന്നതിന് വേണ്ടിയിട്ടല്ല. ഉപവാസം എന്ന് പറയുന്നത് നമ്മുടെ ദൈവസഭയുടെ ഉപവാസം കൂടെ ആണല്ലോ. അതുകൊണ്ട് ഒരു ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തു പോകുന്നു എന്നുള്ള ഈ വചനം പറഞ്ഞു വന്നപ്പോൾ അതിൻ്റെ ഒഴുക്കിൽ അതുകൂടെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. പഴയ നിയമത്തിൽ ഉപവസിച്ചിരുന്നത് അവരെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി, അവരെ ദൈവത്തിന് അവരുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് അവരെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി അവർ ഉപവസിച്ചിരുന്നത്. പുതിയ നിയമത്തിൽ അങ്ങനെ തന്നെയാണ്. എല്ലാ ഉപവാസവും ശുദ്ധീകരണം കൂടാതെ ദൈവത്തെ കാണാൻ കഴിയത്തില്ല. അപ്പോൾ ഉപവാസങ്ങൾ എന്ന് പറയുന്നത് ജോലി കിട്ടാനോ വിസ കിട്ടാനോ ഇങ്ങനെയുള്ളതാ യാതൊരു കാര്യങ്ങൾക്കും അത് പഴയ നിയമത്തിലും ഇല്ല, പുതിയ നിയമത്തിലുമില്ല. ഈ ഉപദേശം വന്നത് ഈ പാരമ്പര്യമായി മറ്റ് മതങ്ങളിൽ നിന്ന് കുടിയേറി വന്ന ഒരു സംസ്കാരമാണ്. ഒരിക്കലും നമ്മൾ അതിനുവേണ്ടി ഉപവസിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ പിതാവ് അറിയുന്നു. അതിനായി നിങ്ങൾക്ക് കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഓരോ ദിവസവും സ്തോത്രം ചെയ്ത് മുന്നോട്ട് പോവുക. ദൈവം തക്ക സമയത്ത് നമ്മുടെ ആവശ്യങ്ങളെ നിർവഹിക്കുന്ന ദൈവമാണ്, എനിക്ക് യാതൊരു സംശയമില്ല. ഇവിടെ യൂദാ പറയും, ഞാൻ സമയത്തിൻ്റെ ചുരുക്കം പോലും അല്ലെങ്കിൽ ഈ ഭാഗങ്ങൾ കുറച്ച് കൂടുതലായിട്ട് വിവരിക്കണം തോന്നിയതുകൊണ്ടാണ് ഇവിടെ അല്പം നിർത്തി ചിന്തിച്ചു പോയത്. ഇവിടെ യൂദായുടെ ലേഖനത്തിൽ പറയുന്നു, നിങ്ങൾ പ്രിയമുള്ളവരെ നിങ്ങളുടെ അവിശുദ്ധ വിശ്വാസം ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ നമുക്ക് ഡെയിലി ആത്മീയ വർധനം ഉണ്ടാകണം. നമ്മുടെ ചിന്തകൾ, നമ്മൾ ചിന്തിക്കുന്നത്, സംസാരിക്കുന്നതൊക്കെ നമ്മളെ എഡിഫൈ ചെയ്യുന്നതായിരിക്കണം. അതല്ല എങ്കിൽ നമ്മളെ പലപ്പോഴും മറ്റു തരത്തിലേക്ക് നമ്മളെ വലിച്ചിഴച്ച് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മളെ എഡിഫൈ ചെയ്യാത്ത ഒന്നിൽ നമ്മൾ ഇടപെടരുതെന്നുള്ള ഒരു സൂചന കൂടിയാണ് യൂദാ നമ്മളോട് ആ ലേഖനത്തിൽ കൂടെ പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. ഒരു ഭക്തൻ എപ്പോഴും ഹോളി സ്പിരിറ്റിലായിരിക്കണം അവന്റെ പ്രാർത്ഥനകൾ. സ്തോത്രം. അങ്ങനെയാകുമ്പോൾ ദൈവഹിത പ്രകാരമുള്ള പ്രാർത്ഥനകളായിട്ട് മാറും. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നു. അവന്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട്, നിത്യജീവനായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു. കർത്താവായ യേശുക്രിസ്തുവിന്റെ അല്ലെങ്കിൽ ആ സ്നേഹം, പിതാവിന്റെ സ്നേഹത്തിൽ നമ്മളെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് മുന്നേറുന്നു എങ്കിൽ നാം നിലനിൽക്കുവാനിടയായിത്തീരും. നമ്മൾ ഒട്ടിച്ചേർത്ത കൊമ്പുകളാണ് നമ്മൾ അതിനകത്ത് നിലനിൽക്കുവാനിടയായിത്തീരും. ഒരു യൂദായുടെ ലേഖനം ആ ഭാഗമൊക്കെ ഭയങ്കര മെസ്സേജാണ് നമുക്ക്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓർപ്പിച്ചതേ ഉള്ളൂ ആ ഭാഗങ്ങളെ. അപ്പോൾ അതിൻ്റെ 24-ാമത്തെ വാക്യത്തിലേക്ക് 23-ാമത്തെ വാക്യത്തിൽ ഞാൻ മടങ്ങി വരുന്നു. സ്തോത്രം. അവിശ്വാസത്താൽ നിലനിൽക്കാതിരുന്നാൽ അവരെയും കൂടെ ഒട്ടിക്കും. അവരെ വീണ്ടും ഒട്ടിക്കുവാൻ ദൈവം ശക്തനല്ലോ. സ്തോത്രം. അവരെ ഒട്ടിക്കും. ആ ഒട്ടിക്കുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പോൾ അവരെ ഒരു തള്ളിക്കളഞ്ഞു, എല്ലാവരും ഒന്നും പൂർണ്ണമായിട്ട് കർത്താവിനെ അനുസരിക്കുന്നില്ല. എന്നാൽ ഒരു ശേഷിപ്പ് അവർക്ക് വേണ്ടി വെച്ചിട്ടുണ്ടെന്ന് ഇവിടെ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്. അതിനെ പറയുന്നു, സ്വഭാവത്തിൽ കാട്ടുമരമായതിൽ നിന്നെ മുറിച്ചെടുത്ത് സ്വഭാവത്തിന് വിരോധമായി നല്ല ഒലുമരത്തിൽ ഒട്ടിച്ചു എങ്കിൽ സ്വാഭാവികമായ കൊമ്പുകളായവരെ സ്വന്തമായ ഒലുമരത്തിൽ എത്ര അധികമായി ഒട്ടിക്കും. അവരെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു കൺസേൺ എപ്പോഴും ഉണ്ട്. നമ്മൾ പഴയ നിയമം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ, പ്രവചന പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ, പ്രവാചകന്മാരിൽ കൂടെ അവരെ മടക്കി കൊണ്ടുവരുവാൻ അവരുടെ പുറകെ നടന്ന ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ ദീർഘക്ഷമ, അതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ നമ്മൾ സ്തോത്രം ഈ ഭാഗങ്ങൾ നമ്മൾ ഇവിടെ വായിക്കും. 25 തൊട്ട് തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മൾ 25 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ ഇസ്രായേൽ മക്കളുടെ രക്ഷയെക്കുറിച്ച് പറയുന്നു. സ്തോത്രം. ഞാനത് ജസ്റ്റ് ഒന്ന് PowerPoint ഇവിടെ പറയുന്ന സാൽവേഷൻ ഫോർ ഇസ്രായേൽ 36 വരെയുള്ള വാക്യങ്ങളാണ്. ഞാനത് ഇപ്പം അതിനകത്ത് വലിയ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നത്, സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാരെന്ന് നിങ്ങൾക്ക് തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കുക. അപ്പോൾ അവിടെ രഹസ്യം പറയുകയാണ് പൗലോസ്. പറയുകയാണ് എന്ന് ഞാൻ ആഗ്രഹിക്കും. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. അപ്പോൾ ജാതികളുടെ ഒരു പൂർണ്ണസംഖ്യ ചേരുവാനുണ്ട്. ഈ പൂർണ്ണസംഖ്യയെക്കുറിച്ച് ഒരു നിശ്ചയമില്ല, എത്രയാണോ ഒന്നും നമുക്കറിയത്തില്ല. അപ്പോൾ ഈ പൂർണ്ണസംഖ്യയുടെ കാലയളവ് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷം, ആമേൻ, സൂത്രം, അല്ലെങ്കിൽ പുതിയ നിയമസഭയുടെ ആരംഭം മുതൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് വരെയുള്ള ഒരു പീരീഡാണ് ഈ പൂർണ്ണസംഖ്യ എന്ന് പറയുന്നത്.
അപ്പോൾ ജാതികളുടെ ഒരു പൂർണ്ണസംഖ്യ ചേരുമ്പോൾ അതുവരെ ഇസ്രായേലിന് ഭാഗികമായിട്ട് അല്ലെങ്കിൽ കുറച്ച് പേര് കഠിനപ്പെട്ടിരിക്കുന്നതായിട്ട് കാണും. ആ കഠിനപ്പെട്ടവരെല്ലാം സ്വതന്ത്ര സഭ എടുക്കപ്പെടുന്നതിന് ശേഷം അവർക്കുള്ളതാണ്, അല്ലെങ്കിൽ യഹൂദന് വെച്ചിട്ടുള്ള ഒരു രക്ഷയെക്കുറിച്ചാണ് പിന്നീട് അവിടെ പറയുന്നത്. അത് നമ്മൾ അതിനകത്ത് ഒത്തിരി കോൺട്രവേഴ്സ്യൽ സബ്ജക്റ്റ് ഒരുപാടുണ്ട്. യഹൂദൻ്റെ രക്ഷയുടെ സമയമാണ് ഇസ്രായേൽ സഭ, മണവാട്ടി സഭ എടുത്തതിന് ശേഷമുള്ള ഒരു പീരീഡ് എന്ന് പറയുന്നത്. ആ 7 വർഷത്തെ പീരീഡ് യഹൂദനുള്ളതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ജാതികളുടെ ഒരു പൂർണ്ണസംഖ്യ ചേരുവ. അത് വെളിപ്പാട് 7-ന്റെ 9-ാമത്തെ വാക്യത്തിൽ അവിടെ ഒരു കാര്യം ഇങ്ങനെ യോഹന്നാൻ കാണുന്ന ഒരു കാര്യമുണ്ട്. അതൊന്ന് നോക്കിയേ. ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും ഉള്ളതായി, ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങളിലുള്ളവരായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഒരു വലിയ ജാതികളുടെ ഒരു സംഖ്യ അവിടെ ഉണ്ട് എന്നുള്ളത് കാണിക്കുക. എത്രയാണെന്ന് ആർക്കും അറിയത്തില്ല. അതിനെപ്പറ്റി ആരും ഇതുവരെയും അതൊരു രഹസ്യമാണ്. അത് ദൈവത്തിന് മാത്രമേ അറിയൂ. അത് ചേരുമ്പോൾ കർത്താവിൻ്റെ വരവ് ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ജാതികളുടെ ഒരു പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. അപ്പോൾ യഹൂദന് ഈ 7 വർഷക്കാലം ഒരു രക്ഷയുടെ പീരീഡാണ്. നമ്മളതിനെ ട്രിബുലേഷൻ പീരീഡ് പലതരത്തിലുള്ളതാണ്. അത് 3.5 വർഷമാണോ, ആദ്യത്തെ 3.5 വർഷം ആണോ, പിന്നത്തെ 3.5 വർഷമാണോ ഒന്നും നമുക്കറിയത്തില്ല. എന്തായാലും സഭ എടുക്കപ്പെടുന്നത് ഏത് സമയത്താണെന്ന് നമുക്കറിയത്തില്ല. ഞാൻ ആ ഭാഗങ്ങളിലൂടെ വിശദീകരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. പക്ഷേ ഒരു കാര്യം പൗലോസ് പ്രത്യേകമായി പറയുന്നു: അന്ത്യകാഹള നാദത്തിങ്കൽ കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. അപ്പോൾ അന്ത്യകാഹളം എന്ന് പറഞ്ഞ വെളിപ്പാടി പറഞ്ഞ 7-ാമത്തെ കാഹളമാണ്. 7-ാമത്തെ കാഹളം ഊതുമ്പോഴാണ് സഭ എടുക്കപ്പെടുന്നതായിട്ടാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ അവിടെ പറയുന്നത് 7-ാമത്തെ കാഹളം വരെ 2 കഷ്ടം ഉള്ളതായിട്ട് പറയുന്നുണ്ട്. 7-ാമത്തെ കാഹളത്തിന് ശേഷമാണ് ഒരു ഗ്രേറ്റ് ട്രിബുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കിയെല്ലാം ആ കഷ്ടങ്ങളുടെ പീരീഡുകളിൽ ആ കഷ്ടങ്ങൾ അയക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ മുദ്ര ഏറ്റവർക്ക് ആ കഷ്ടം അവരെ തൊടുകയില്ല എന്ന് അവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ 2 കഷ്ടത്തിൽ കൂടെ സഭ കടന്നു പോകുമെന്നുള്ളത് പൗലോസ് പറഞ്ഞ അന്ത്യകാഹളം നാദത്തിങ്കൽ എന്നുള്ള ആ ഒരു വചന അടിസ്ഥാനത്തിലും 7-ാമത്തെ കാഹളം, വെളിപ്പാട് പുസ്തകം അതിലേക്ക് ഞാൻ പോകുന്നില്ല, 7-ാമത്തെ കാഹളം ഊതുമ്പോൾ ആണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെയെങ്കിൽ 2 കഷ്ടങ്ങൾ ആ കാലത്തോട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടൻ തന്നെ മനുഷ്യപുത്രൻ്റെ വരവുണ്ടാകും എന്ന് പറയുന്നത്. ഇനിയോ നമ്മളിതിനെപ്പറ്റി ഒന്നും ഒരു ടെൻഷനോ ഒരു ഭാരമോ ഒരു പ്രയാസമോ ഇതിനെക്കുറിച്ച് വരേണ്ട കാര്യമില്ല. കാരണം നമ്മൾ പ്രത്യാശയോടെ പോവുക. നമ്മൾ നാളെ എഴുന്നേറ്റെന്ന് പറഞ്ഞാൽ മതി. നാളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ലെന്നാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നമ്മൾ ചെയ്യുക. നമ്മൾ സുവിശേഷ വിലയുക, ജോലി ചെയ്യുന്നവർ ജോലി ചെയ്യുക, പഠിക്കുന്നവർ പഠിക്കുക, അധ്വാനിക്കുന്നവർ അധ്വാനിക്കുക. തെസ്സലോനിക്കക്കാർക്ക് സംഭവിച്ചതുപോലെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് വിചാരിച്ച് അവർ മടിയന്മാരായി മാറി, ജോലി ചെയ്യാതെ അലസന്മാരായി മാറിയതുകൊണ്ട് അവർക്ക് പൗലോസ് ഒരു ലേഖനം എഴുതേണ്ടി വന്നു. നിങ്ങളിങ്ങനെ മടിയന്മാരായിട്ടിരിക്കരുത്, ഞങ്ങൾ എഴുതിയെന്ന് വിചാരിച്ച് നിങ്ങൾ ഞെട്ടുകയോ ഇളകിപ്പോവുകയോ ചെയ്യരുത്. അത് കർത്താവിൻ്റെ വരവ് സംഭവിച്ചോട്ടെ, നമുക്ക് നമ്മളെ തന്നെ ഒരുക്കി വിശുദ്ധീകരിച്ച് നിർത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മൾ ഒത്തിരി അങ്ങനെ ആഴത്തിൽ ചിന്തിക്കേണ്ടതായ ഒരു ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ പറയുന്നു, അപ്പോൾ ഇസ്രായേലിന് സ്വതന്ത്ര ഭാഗികമായിട്ട് ഇപ്പോൾ ഒരു കാഠിന്യം ഭവിച്ചിരിക്കും. എന്നാൽ കർത്താവിൻ്റെ സഭയുടെ അല്ലെങ്കിൽ മണവാട്ടി സഭ എടുക്കപ്പെട്ട ശേഷം പിന്നീടുള്ള രക്ഷ ഇസ്രായേലാണ്. അങ്ങനെ ആ കാലഘട്ടത്തിലുള്ള എല്ലാ യഹൂദനും യേശുവിനെ അറിയും. കാരണം അതിൽ ഒരു ഭാഗം കൂടെ പറയുന്നത്, യഹൂദൻ ഒരിക്കലും പ്രതിമ ഉണ്ടാക്കത്തില്ല, അവനെ ഒരിക്കലും ഒരു വിഗ്രഹം ഉണ്ടാക്കുകയില്ല. അപ്പോൾ ആന്റിക്രൈസ്റ്റിന്റെ വിഗ്രഹം, ഒരു പ്രതിമ അവിടെ സ്ഥാപിക്കുമ്പോൾ അവർ യഹൂദന്മാരെ എതിർക്കുകയും അവർ രക്തസാക്ഷികളാവുകയും കർത്താവിനെ വിശ്വസിക്കുകയും കുത്തിയങ്കറിലേക്ക് അവർ നോക്കുമെന്നുള്ള പ്രവചനങ്ങൾ പൂർണ്ണമായി നിവൃത്തിയാകുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അതെന്ന് പറയപ്പെടുന്നു. ഞാൻ അതിനെപ്പറ്റി ആധികാരികമായിട്ട്
എനിക്ക് അത് സംസാരിക്കുന്നില്ല. അതിനെപ്പറ്റി പഠിച്ച വേദശാസ്ത്ര പണ്ഡിതന്മാർ വെളിപ്പാടിനെ പറ്റിയൊക്കെ പറയുന്നതായ അനേകം ആൾക്കാരുണ്ട്. നമുക്ക് അവരുടെയൊക്കെ പുസ്തകങ്ങൾ വായിച്ചാൽ അതൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ പറയുന്നു, ഇങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും, വിടുവിക്കുന്നവൻ സിയോനിൽ വരും, അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 59 അധ്യായം 20-21 വാക്യങ്ങളാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. എന്നാൽ സിയോനും യാക്കോബിൽ അതിക്രമങ്ങൾ വിട്ടുതിരിയുന്നവർക്കും അവൻ വീണ്ടെടുപ്പുകാരനായി വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. യേശുക്രിസ്തുവിനെ പറ്റി പറയുകയാണ്, യാക്കോബിൽ നിന്ന് അതിക്രമങ്ങളെ വിട്ടുതിരിയുന്ന ഒരു സമയം, അവരെ വീണ്ടെടുക്കുവാനായിട്ട് ക്രിസ്തു വരും എന്നുള്ള ഒരു ഭാഗം കൂടെ ഇവിടെ യെശയ്യാ പ്രവാചകൻ BC 700 പ്രവചിച്ച പ്രവചനം, അതിൻ്റെ ഒരു ഫുൾഫിൽമെന്റ് ആയിട്ടാണ് പൗലോസ് യഹൂദന്റെ രക്ഷയെക്കുറിച്ച് പറയുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. വിടുവിക്കുന്നവൻ സിയോനിൽ വരുന്നു, അത് യേശുക്രിസ്തുവിനെ പറ്റിയാണ്. അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റി അവരെ പൂർണ്ണമായി ആ കാലഘട്ടത്തിൽ അവരെ രക്ഷിക്കും. അതിൻ്റെ 21 അത് രണ്ടും കൂടെ ചേർത്താണ് പറഞ്ഞ, ഞാൻ അവരുടെ പാവങ്ങളെ നീക്കുമ്പോൾ ഞാൻ അവരോട് ചെയ്യുന്ന നിയമം എന്ന് എഴുതിയിരിക്കുന്നില്ല. അത് മൊത്തം വായിച്ചു. അതിൻ്റെ ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമം ഇതാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അപ്പൊ ദൈവം അവരോട് അരുളി ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ അഭക്തിയെ മാറ്റി നിന്നെ ഞാൻ വീണ്ടെടുക്കും എന്നുള്ള ഒരു കാര്യം കൂടെ പൗലോസ് ഈ വരാനിരിക്കുന്ന യഹൂദന്മാരുടെ രക്ഷയെ മുൻനിർത്തി പറയുന്നതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. 28-ാമത്തെ വാക്യം, സുവിശേഷം സംബന്ധിച്ച് അവർ നിങ്ങൾ നിമിത്തം ശത്രുക്കൾ, തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചോ പിതാക്കന്മാർ നിമിത്തം പ്രിയന്മാർ. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി പഠിച്ചപ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് നമ്മൾ കണ്ടു. അപ്പോസ്തലനായ പൗലോസ് അല്ലെങ്കിൽ അവരുടെ 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ പോയിടത്തെല്ലാം യഹൂദന്മാർ ഈ സുവിശേഷത്തിന് എതിരായിരുന്നു. അപ്പോൾ സുവിശേഷ നിമിത്തം അന്ന് രക്ഷിക്കപ്പെട്ട ക്രിസ്ത്യാനികളെല്ലാം യഹൂദന്മാരുടെ ശത്രുക്കളായി തീർന്നു. അപ്പോൾ അവരെപ്പോഴും ഇതിനെ എതിർത്തുകൊണ്ടേയിരുന്നു. അവർക്ക് മസിഹയെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ യേശുവിനെ മസിഹയായിട്ട് അവർക്ക് അംഗീകരിക്കുവാനുള്ള ഉൾക്കാഴ്ച, ആ വെളിപ്പാട് അവർക്ക് കിട്ടാതെ പോയത് കൊണ്ട് അവർ പലപ്പോഴും അന്നുണ്ടായിരുന്ന ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചു, അവരെ വളരെയധികം ബുദ്ധിമുട്ടിച്ചു. അതുകൊണ്ട് എപ്പോഴും യഹൂദൻ സുവിശേഷം സംബന്ധിച്ച്, യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം സംബന്ധിച്ച് അന്ന് രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ ജാതികൾ എപ്പോഴും യഹൂദന്മാരുടെ ശത്രുക്കളായി തീർന്നു. അതുകൊണ്ടാണ് അവർ നിരന്തരമായ കാര്യം അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് ലഭിച്ചതായിട്ടുള്ള ഈ അനുഗ്രഹങ്ങൾ, ഈ രക്ഷ, ഈ നിത്യജീവൻ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവകാശപ്പെട്ടിരുന്ന ഈ സ്വർഗം ജാതികൾക്ക് ദൈവം കൊടുത്തതിന് അത് അവർക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയാഞ്ഞുകൊണ്ടാണ് അവരെ പീഡിപ്പിക്കുവാനായിട്ട് ഇവർ നിരന്തരമായി പരിശ്രമിച്ചതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് നിങ്ങൾ നിമിത്തം ശത്രുക്കൾ, തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചോ പിതാക്കന്മാർ നിമിത്തം പ്രിയന്മാർ. അപ്പം നേരത്തെ പറഞ്ഞു പിതാക്കന്മാർ, വേരുകളെ, അബ്രഹാം, ഇസാക്ക്, യാക്കോബ്, ആ വേരുകൾ നിമിത്തം അവരുടെ മേൽ തെരഞ്ഞെടുപ്പ്, തുടർന്ന് അവരെ തെരഞ്ഞെടുത്ത് അവർ നടത്തിയ വഴികൾ. അപ്പം അവരെ പിതാക്കന്മാരിലേക്ക് നോക്കിയാൽ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചവർ ദൈവത്തിന് പ്രിയജനമായിരുന്നു, അവരെൻ്റെ പ്രിയജനമായിരുന്നു എന്നാണ് ദൈവം അവരെക്കുറിച്ച് പറഞ്ഞിരുന്നത്. എന്നാൽ അവിടുത്തെ ഭാഗം പറയുന്നു, അപ്പം അവരോട് ഒരു ചെയ്ത നിയമങ്ങളും അവരോട് ചെയ്ത അവരുടെ മേലുള്ള വാക്തത്വങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ കുറിച്ച് ദൈവം അനുഭവിക്കുന്നില്ല. അവിടെ 29-ാമത്തെ വാക്യം, ദൈവം തൻ്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുഭവിക്കുന്നില്ലല്ലോ എന്ന് പറയുന്നു. സംഖ്യ 21-ന്റെ 19-ാമത്തെ വാക്യത്തിൽ അവിടെ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, വ്യാജം പറയാൻ അവൻ, ഈ സംഖ്യ 21-ന്റെ 19, വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല, അനുദപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. അയ്യോ, ഞാൻ ഇതൊക്കെ കൊടുത്തു പോയല്ലോ, ഈ ഇസ്രായേൽ മക്കൾക്ക് ഇത്ര ഇങ്ങനെയൊക്കെ കൊടുത്തല്ലോ, അയ്യോ വാക്തത്വം കൊടുത്തല്ലോ, നിയമം കൊടുത്തല്ലോ, അല്ലെങ്കിൽ ആരാധന അവർക്ക് കൊടുത്തല്ലോ, ഇങ്ങനെയുള്ള ന്യായപ്രമാണം അവർക്ക് കൊടുത്തല്ലോ, ഇങ്ങനെ അതിനെക്കുറിച്ച് ഓർത്ത് ദൈവം അനുദപിക്കുന്നില്ല. അയ്യോ കൊടുത്തുപോയി എന്ന് പറഞ്ഞ് ദൈവം അതിനെക്കുറിച്ച് അനുദപിക്കുന്നില്ല എന്ന് അവിടെ പറയുകയാണ്. അതുകൊണ്ട് ദൈവം അരുളി ചെയ്ത് നിവർത്തിക്കാതിരിക്കുമോ? അപ്പൊ അതുകൊണ്ട് പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ പറയുന്നു, ദൈവത്തിന്റെ വാക്തത്വങ്ങൾ എത്ര ഉണ്ടെങ്കിലും ഉവ്വ് എന്നത്രേ, ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും. അപ്പോൾ വാക്തത്വങ്ങൾ ഉവ്വ് എന്നാണ്. അവരുടെ മേൽ ആ വാക്തത്വങ്ങളിലേക്ക് അതെല്ലാം അവരും ഈ ഒരു ശേഷിപ്പ് അതിലേക്ക് ഭാഗഭാക്കായി തീരുമെന്നുള്ള ഒരു കാര്യം കൂടെ ഇവിടെ പൗലോസ് ഓർപ്പിക്കുന്നത് കൊണ്ട് ദൈവം തൻ്റെ കൃപാവരങ്ങളെക്കുറിച്ച്, അവർക്ക് കൊടുത്തതായിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് ദൈവം ഒരിക്കലും അനുദപിക്കുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ മേൽ പേർന്ന കൃപാവരങ്ങൾ കുറിച്ചും
ദൈവം അതിനെക്കുറിച്ച് അനുഭവിക്കുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. സ്തോത്രം. പലപ്പോഴും നമ്മൾ പലരും കാണുന്നില്ലേ, പല പ്രവചന വരങ്ങളൊക്കെ ലഭിച്ചവരും പലപ്പോഴും അവരുടെ ജീവിത രീതിയൊക്കെ കാണുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ ദൈവം വൺസ് പകർന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ദൈവം അനുവദിക്കുന്നില്ല എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. 30-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ മുമ്പേ ദൈവത്തെ അനുസരിക്കാതിരുന്നിട്ട് അവരുടെ അനുസരണക്കേടിനാൽ ഇപ്പോൾ കരുണ ലഭിച്ചതുപോലെ നിങ്ങൾക്ക് ലഭിച്ച കരുണയാൽ അവർക്ക് കരുണ ലഭിക്കേണ്ടതിന് അവരും ഇപ്പോൾ അനുസരിക്കാതിരിക്കുന്നു. അപ്പോൾ നേരത്തെ ദൈവത്തെ അനുസരിക്കാതെ യഹൂദനും ദൈവത്തെ അനുസരിച്ചില്ല, ജാതികളും ദൈവത്തെ അനുസരിച്ചിട്ടില്ല. ദൈവം അവരുടെ അനുസരണക്കേട് നിമിത്തം ജാതികളായ നമുക്ക്, അല്ലെങ്കിൽ റോമിലെ ജാതികൾക്ക് ലേഖനപ്പോൾ ആ ജാതികളെ ഉദ്ദേശിച്ച് പറയുന്നുവെങ്കിൽ തന്നെയും നമ്മളെയും കൂടെ ചേർത്ത് പറയുകയാണെങ്കിൽ അവരുടെ അനുസരണക്കേട് മൂലമാണ് നമുക്ക് ഈ കരുണ ലഭിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച കരുണയാൽ അവർക്ക് കരുണ ലഭിക്കേണ്ടതിന് അവരിപ്പോൾ അനുസരിക്കാതിരിക്കുന്നു. അപ്പം നമ്മൾ അനുസരിക്കാതിരുന്നുകൊണ്ട് നമ്മുടെ മേൽ കരുണ വന്നു എങ്കിൽ അവരിപ്പോൾ അനുസരിക്കാതിരിക്കുന്നത് കൊണ്ട് അവരോടും ദൈവം ഒരു കരുണ കാണിക്കും എന്ന് പൗലോസ് ഇവിടെ ഈ ഭാഗത്ത് പറയുകയാണ്. ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു. അപ്പൊ എല്ലാവരോടും, യഹൂദനോടും ജാതികളോടും ദൈവത്തിന്റെ കരുണ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ രക്ഷ. ആ ശിക്ഷാവിധിയിൽ നിന്ന് നമ്മളെ ഒഴിവാക്കി നിത്യജീവൻ നമുക്ക് തരും. അതാണ് ദൈവത്തിന്റെ കരുണ. സ്തോത്രം. നമുക്കിതിന് അർഹരല്ല, നമുക്ക് ജീവൻ അർഹതപ്പെട്ടവരല്ല. പക്ഷേ നമ്മുടെ മേൽ ഈ നിത്യജീവൻ തന്ന് ദൈവം നമ്മളോട് കരുണ കാണിപ്പാൻ ഇടയായി തീർന്നു എന്ന് പറയും. നമുക്ക് ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 22-23 വാക്യങ്ങളിൽ പൗലോസ് പറയുന്ന ഒരു കാര്യം ഉണ്ടെന്ന് വായിക്കാം. നമ്മൾ നേരത്തെ വായിച്ചതാണ് വായിക്കാം. ഗലാത്യ ലേഖനം 3:22-23. എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ എല്ലാവർക്കും ലഭിക്കേണ്ടതിന് വേണ്ടി തിരുവെഴുത്ത് യഹൂദനെയും യവനനെയും എല്ലാത്തിനെയും പാപത്തിന്റെ കീഴെ അടച്ചു കളഞ്ഞു. അതാണ് റോമാലേഖനം 1-ാം അധ്യായം നമ്മൾ 1 മുതൽ 18 വരെ, 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം തൊട്ട് 3-ാം അധ്യായം അതിന്റെ 20 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളത് വ്യക്തമായി പഠിച്ചതാണ്. സ്തോത്രം. യഹൂദനും യവനനും എല്ലാം പാപികളാണെന്ന് പൗലോസ് ഇവിടെ തെളിയിച്ചു. സ്തോത്രം. സകല മനുഷ്യനും പാപികളാണ്. അതുകൊണ്ട് അവിടെ നീതിമാൻ ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി മാറി. അതുകൊണ്ട് എല്ലാവരെയും പാപത്തിന്റെ കീഴെ അടച്ചു കളഞ്ഞു. എന്തിനാ? എല്ലാവരോടും ദൈവം ഈ കരുണ, മേഴ്സി കാണിക്കുന്നതിന് വേണ്ടി, നിത്യജീവൻ വരുന്നതിന് വേണ്ടി എന്ന് ഇവിടെ പറഞ്ഞിട്ട് പൗലോസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുവാനായിട്ട് അതിൻ്റെ ഒരു കൺക്ലൂഷൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. അതിൻ്റെ 33 മുതലുള്ള വാക്യങ്ങൾ പൗലോസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. അത് പൗലോസ് ഇങ്ങനെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ഈ റോമാലേഖനം 1-ാം അധ്യായം നമ്മൾ തുടങ്ങുമ്പോൾ ശിക്ഷാവിധിയെ കുറിച്ചാണ് പറഞ്ഞത്. ശിക്ഷ ഉണ്ടാകും, ദൈവത്തെ അനുസരിക്കാത്തവർക്ക് ശിക്ഷ ഉണ്ടാകും. ആ അധ്യായങ്ങൾ വായിച്ച് 11-ാം അധ്യായം അവസാനിക്കുമ്പോൾ യഹൂദനെ മാത്രമല്ല, ജാതികളെ മാത്രമല്ല, യഹൂദനും കൂടെ ഒരു ശേഷിപ്പ് ദൈവം വെച്ചിരിക്കുന്നുവല്ലോ എന്ന് ഓർത്തുകൊണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ ആ ജ്ഞാനത്തെ ഇവിടെ പുകഴ്ത്തുന്നതായിട്ടാണ്, ഒരു സ്തോത്രഗീതം പോലെയാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ദൈവത്തിൻ്റെ ധനം എന്താണ്, അവൻ്റെ ജ്ഞാനം എന്താണ്, അവൻ്റെ അറിവ്, അതിൻ്റെ ആഴമെന്താണ്, ആ കർത്താവിൻ്റെ ന്യായവിധികൾ അത് ഒരിക്കലും നമുക്ക് അൺമെഷറബിൾ ആണ്. അവൻ്റെ വഴികൾ ഒരിക്കലും നമുക്ക് അറിഞ്ഞുകൂടാൻ പറ്റാത്ത രീതിയിലാണ് എന്ന് ദൈവത്തെ മഹത്വവൽക്കരിക്കുന്ന ഒരു ഭാഗമാണ് ഇത്. അതിനകത്ത് 34-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കർത്താവിൻ്റെ മനസ്സ് അറിഞ്ഞവൻ ആര്? ആ ഭാഗം നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങളൊന്ന് വായിച്ചോട്ടെ. യഹോവയുടെ മനസ്സ് ആരാഞ്ഞറിയുകയോ, അവന് മന്ത്രിയായി അവനെ ഗ്രഹിപ്പിക്കുകയോ ചെയ്തവനാർ? അവന് മന്ത്രിയായിരുന്ന് അവനെ ഗ്രഹിപ്പിക്കുകയോ ചെയ്യുന്നവനാർ? ഉപദേശിച്ച് ന്യായത്തിന്റെ പാതയെ പഠിപ്പിക്കുകയും
അവനെ പരിജ്ഞാനം പഠിപ്പിച്ച് വിവേകത്തിന്റെ മാർഗം കാണിക്കുകയും ചെയ്തു കൊടുക്കേണ്ടതിന് അവൻ ആരോടാകുന്നു ആലോചന കഴിച്ചത്. ദൈവം മനുഷ്യന്റെ ആലോചനകളോ ഇതൊന്നും അല്ല, അതിന്റെ ആവശ്യമില്ല. ദൈവത്തിനൊരു മന്ത്രിയുടെ ആവശ്യമില്ല. ദൈവത്തിന്റെ മനസ്സറിഞ്ഞത് ആരാണ്? ദൈവത്തിന്റെ മനസ്സറിഞ്ഞത് കർത്താവ് യേശു ക്രിസ്തുവാണ്. ആ സ്നേഹം നമ്മളിലേക്ക് പങ്കുവെച്ചത് യേശു ക്രിസ്തുവാണ്. ദൈവം ആരാണെന്നും ദൈവം എന്താണ്, തൻ്റെ ഏകജാതനായ പുത്രനിൽ കൂടെയാണ് ദൈവം ആരാണെന്ന് നമുക്ക് യഥാർത്ഥമായി വെളിപ്പെടുത്തി. ദൈവം കരുണാമയനാണെന്നും സ്നേഹമാണെന്നും പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടെയാണ് നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്നത്. അല്ല ഒരു പ്രവാചകനിൽ കൂടെ അല്ല. യേശുവാണ് യഥാർത്ഥത്തിൽ ദൈവം ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നത്. എന്നാൽ ഇവിടെ പറയുന്ന കർത്താവിൻ്റെ മനസ്സ്, ആ ദൈവത്തിൻ്റെ മനസ്സ് ആർക്കറിയുവാനായിട്ട് കഴിയും? അവന് മന്ത്രി ആരെങ്കിലും ഇരുന്നിട്ടുണ്ടോ? അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവനാർ. അത് ഇയ്യോബിന്റെ പുസ്തകം 41-11 വാക്യമാണ് പൗലോസ് ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. ഇയ്യോബിന്റെ പുസ്തകം 41-11 വാക്യം ഒന്ന് വായിക്കാം. ഞാൻ മടക്കി കൊടുക്കേണ്ടതിന് എനിക്ക് മുമ്പ് കൂട്ടി തന്നതാർ. ദൈവം ഇയ്യോബിനോട് ഒരു ചോദ്യം ചോദിക്കുക. അവിടെ ഇയ്യോബിനോട് ചോദിക്കുകയാണ്. ഇയ്യോബ് ചോദിച്ച ചോദ്യം ഇതാണ്: ആകാശത്തിന് കീഴിലുള്ളതൊക്കെയും എന്റേതല്ലേ? ആകാശത്തിന് കീഴിലുള്ള സകലതും എന്റേതാണ്. അതിന്റെ ആദ്യം തൊട്ട് വായിച്ചാട്ട്. ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും മടക്കി കൊടുക്കേണ്ടതിന് എനിക്ക് മുമ്പ് കൂട്ടി തന്നതാ. എനിക്ക് ആരെങ്കിലും മുമ്പ് കൂട്ടി വല്ലതും തന്നിട്ടുണ്ടോ? അപ്പൊ യോബിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് ദൈവം. വാസ്തവമായിട്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രതിഫലം കൊടുത്തിട്ട് നമുക്ക് ദൈവത്തിൽ ഒന്നും നേടുവാനായിട്ട് കഴിയത്തില്ല. ദൈവത്തിന്റെ വിധികളെല്ലാം നീതിയുള്ള വിധികളാണ് പറയുന്നത്. പൗലോസ് ഉദ്ദേശിക്കുന്നത് ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവം ചെയ്തിട്ടുള്ള തെരഞ്ഞെടുപ്പായാലും മനുഷ്യനെ കഠിനനാക്കിയതും മനുഷ്യരോട് കരുണ കാണിച്ചതും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞതും എല്ലാ വഴികളും ദൈവത്തിൻ്റെ അത് നീതിയുള്ള വഴിയാണ്, ന്യായമുള്ള വഴികളാണ്. ആർക്കും ദൈവത്തെ കുറ്റപ്പെടുത്തുവാനായിട്ട് കഴിയുകയില്ല എന്നാണ് പൗലോസ് ഈ അധ്യായം അവസാനിക്കുമ്പോൾ അതിനെപ്പറ്റി കൺക്ലൂഡ് ചെയ്യുവാനായിട്ട് പൗലോസ് ആഗ്രഹിക്കുന്നത്. എന്നിട്ട് ഒരു വാക്യം കൂടെ ചേർത്ത് പറയുകയാണ്: സകലവും, 36 വാക്യം, സകലവും അവനിൽ നിന്നും അവനാലും അവനിലേക്കുമാകുന്നുവല്ലോ, അവൻ എന്നേക്കും മഹത്വം. എല്ലാം അവൻ നിന്നാണ് വന്നത്. ഈ ഭൂമിയും എൻ്റെ ഭൂതലവും അതിന് യഹോവയ്ക്കുള്ളതല്ലോ, എൻ്റെ പൂർണ്ണത ദൈവത്തിനുള്ളതാണ് എന്ന് പൗലോസ് ഒരു ഭാഗത്തൂടെ കൊരിന്ത്യർ സഭയിൽ എഴുതുമ്പോൾ കോട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗം 1 കൊരിന്ത്യർ അതിൻ്റെ 8-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നിന്ന് ആ ഭാഗം ഒന്നുകൂടെ അതിനകത്ത് ഒരു ഭാഗം കൂടെ പൗലോസ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് വായിക്കാം. 1 കൊരിന്ത്യർ. അവൻ സകലത്തിന്റെയും കാരണഭൂതൻ. അത് ശിക്ഷയുടെയും നീതിയുടെയും ന്യായത്തിന്റെയും കരുണയുടെയും എല്ലാത്തിന്റെയും കാരണഭൂതൻ ദൈവമാണ്. നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. നാം ജീവിക്കേണ്ടത് അവനായിട്ടാണ്. യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. യേശുക്രിസ്തു എന്ന ഏക ദൈവവും രക്ഷിതാവും നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും, കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം സകലതും, അവൻ മുഖാന്തരം നാമും ആകുന്നു. അവൻ മുഖാന്തരമാണ് നാം എല്ലാവരും. യേശുക്രിസ്തുവിനായി സകലവും അവൻ മുഖാന്തരമായി സൃഷ്ടിക്കപ്പെട്ടു. നാമും അവൻ മുഖാന്തരമാണ്. അത് യോഹന്നാൻ സുവിശേഷം പറയുന്നുണ്ട്. സകലവും അവൻ മുഖാന്തരമുളവായി, അവനെ കൂടാതെ ഒന്നും ഉളവായില്ല. യേശുക്രിസ്തുവിന്റെ മഹത്വത്തെ, ദൈവത്തെ പൂർണ്ണമായി വർണ്ണിച്ചു കൊണ്ടാണ് ഈ ഭാഗങ്ങൾ യോഹന്നാനോട് എഴുതുമ്പോൾ പൗലോസും അത് തന്നെയാണ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആമേൻ. ഈ റോമാലേഖനം, ആമേൻ, ഇവിടെ 11-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു നിർത്തുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുന്നു, ശിക്ഷാവിധിയിൽ നിന്നാണ് 1-ാം അധ്യായം തുടങ്ങുന്നത് എങ്കിൽ അതിൻ്റെ ഹല്ലേലൂയ സ്തോത്രം 11-ാം അധ്യായം അവസാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചാണ് അവിടെ കാണുന്നത്. ദൈവത്തിൻ്റെ കരുണ എത്ര വലുതാണ്, എത്ര ദയയാണ്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളും ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ്. നാം നിലനിൽക്കേണ്ടത് ദൈവം ആഗ്രഹിക്കുന്നു. അതിനായിട്ട് നമ്മളെ ദൈവകരങ്ങളിലേക്ക് ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കാം. അടുത്ത ആഴ്ചകളിൽ നമ്മുടെ അതിൻ്റെ പ്രായോഗികമായ അല്ലെങ്കിൽ വിശ്വാസത്തിൽ നീതീകരിക്കപ്പെട്ട ഒരു ഭക്തൻ്റെ പ്രായോഗിക ജീവിതങ്ങളെക്കുറിച്ചാണ് 12 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. ഇന്ന് പകൽക്കാലം ഈ അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ കർത്താവുള്ള സ്നേഹം നമ്മൾ വർദ്ധിക്കണം, സുവിശേഷത്തോടുള്ള താല്പര്യം വർദ്ധിക്കണം, സുവിശേഷം പറയുവാനുള്ളതായിട്ടുള്ള ആ ഒരു വ്യഗ്രത നമുക്കുണ്ടായിരിക്കണം. നമ്മളെങ്ങനെ ദൈവം വിടുവിച്ചു എന്നും യഹൂദനെ എങ്ങനെ ദൈവം രക്ഷിക്കുമെന്നും അവനും ഒരു രക്ഷയുണ്ട് എന്നും അവനെയും ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല എന്നും
ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നു. എല്ലാവരോടും എല്ലാ മനുഷ്യനും രക്ഷപ്രാപിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ കാലഘട്ടത്തിൽ രക്ഷിക്കപ്പെടാത്ത അല്ലെങ്കിൽ യഹൂദന് അന്ത്യനാളുകളിൽ കർത്താവ് ആ മണവാട്ടി സഭ എടുത്തതിന് ശേഷമുള്ള ഒരു കാലയളവിൽ യഹൂദന് ദൈവം ഒരു രക്ഷ വെച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ആൾ.